നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത് വല്ലാത്ത ഒരു കാലത്താണ്. വല്ലാത്ത കാലം എന്ന് പറയുന്നത് ലോകത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ. ലോകരംഗത്ത് എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്തിനും ഒരു നേരും നെറിയും വേണമല്ലോ. പക്ഷേ നമ്മുടെ ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇല്ലാത്തൊരു കാര്യമാണിത്. അവർ തോന്നുന്നത് ചെയ്യാണ്. ലോക പോലീസ് എന്ന നിലക്കാണ് കാര്യങ്ങൾ നിർവഹിക്കാൻ അവർ പുറപ്പെട്ടത്. നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം സോഷ്യലിസ്റ്റ് ചേരിക്കേറ്റ തിരിച്ചടിയും ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ ആകെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്തിൽ നീങ്ങിയ നീക്കങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ. എന്തെല്ലാം സംഭവങ്ങളാണ് ലോകത്തുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നോക്കൂ. നമ്മുടെ ലോകരംഗത്ത് സാധാരണ നിലക്കുള്ള മര്യാദകളൊന്നും ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ. എന്തും ചെയ്യാൻ തയ്യാറാണവർ. ലോക പൊതുജനാഭിപ്രായം ആകെ എതിര്. ലോക കോടതിയുടെ മുന്നിൽ തന്നെ ഇസ്രയേൽ ഭരണാധികാരികൾക്കെതിരെ വാറണ്ട് നിലവിലുണ്ട്. ആ വാറണ്ടിന് വല്ല വിലയും കൽപ്പിച്ചോ? കാരണം ലോകത്തിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ മുന്നിലുള്ള കുറ്റവാളികളാണിവർ. പക്ഷേ ആര് വകവെക്കാൻ? ഞങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ട്, പിന്നെ എന്തിന് ന്യായം നോക്കണമെന്ന നിലപാടാണ് ഇസ്രയേൽ വെച്ച് പുലർത്തുന്നത്. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ക്രൂരമുഖം പലസ്തീന് നേരെയാണല്ലോ കണ്ടത്. ലോകമാകെ അതിനെ അപലപിച്ചല്ലോ. വല്ല മാറ്റവും ഇസ്രയേലിനുണ്ടോ? ഇപ്പോൾ നമ്മുടെ ലോകരംഗത്ത് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്താണ്? ഇറാന് നേരെ ഇസ്രയേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്നു. എന്താണ് ആക്രമണത്തിനിടയാക്കിയത്? ഇവിടെ നാം കാണേണ്ടത് ലോകത്തിലെ രാഷ്ട്രങ്ങൾ ആണവ പ്രശ്നത്തിൽ പൊതുവെ തയ്യാറാക്കിയ കരാറുണ്ട്. ആ കരാറിൽ ഒപ്പിട്ടൊരു രാഷ്ട്രമാണ് ഇറാൻ. അതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. എന്നാൽ ഇസ്രയേലോ? ഇസ്രയേല് ആണവ നിർവ്യാപന കരാറിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ ഇതേവരെ തയ്യാറായിട്ടില്ല. ആ ഇസ്രയേലും അമേരിക്കയും കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാൻ തയ്യാറുള്ള ഇറാനെതിരെ പെട്ടെന്ന് ആക്രമണം നടത്തുന്നത്. ഇസ്രയേലാണ് ആക്രമിക്കുന്നതെങ്കിലും ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം അതിനെ പിന്താങ്ങും നിലയെടുത്തു. നേരിട്ട് പങ്കാളിയായിട്ടില്ല ആ ഘട്ടത്തിൽ. അപ്പോൾ നേരിട്ട് പങ്കാളിയല്ല എന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ ഇസ്രയേൽ ആഗ്രഹിക്കും വിധം ഇറാന് നേരെ ആക്രമണം പൊലിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയുന്നില്ല. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി വരുന്നു. അപ്പോഴതാ യഥാർത്ഥ പുള്ളി പ്രത്യക്ഷപ്പെടുന്നു. ഇസ്രയേലിന് അനുകൂലമായി ഇറാനെ തകർക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ രംഗത്ത് വരുന്നു. നേരിട്ട് ആക്രമണം നടത്തുന്നു. എന്താണ് നടക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇസ്രയേല്, അമേരിക്ക
അവർക്ക് തോന്നുമ്പടി കാര്യങ്ങൾ നിർവഹിക്കാൻ ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? ഐക്യരാഷ്ട്ര സംഘടന ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ പൊതുവിൽ അംഗീകരിക്കുന്നില്ല. പക്ഷേ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന കയ്യൂക്കിൻ്റെ ആയുധബലത്തിൻ്റെ സമീപനമാണ് ഈ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ രാജ്യം എല്ലാ കാലത്തും സാമ്രാജ്യത്വത്തിൻ്റെ ഇത്തരം ആക്രമണങ്ങളെ അനുകൂലിച്ചവരായിരുന്നില്ല. ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കൈവശം വെച്ച ഒരു രാജ്യമായിരുന്നു. ആ സാമ്രാജ്യത്തിനെതിരെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ പോരാടിക്കൊണ്ടാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൂർണ്ണമായും സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത്. എന്താണ് സാമ്രാജ്യത്വമെന്ന് വ്യക്തതയുള്ളതുകൊണ്ട് തന്നെ ആ വ്യക്തതയോടുകൂടി സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അന്നത്തെ ലോകം ഇന്ത്യയെ വലിയ ആദരവോടെയാണ് നോക്കിക്കണ്ടത്. മൂന്നാം ലോക രാഷ്ട്രങ്ങൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളിൽ നിന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ അവയെല്ലാം ഇന്ത്യയെ തങ്ങളുടെ ഉറ്റ സുഹൃത്തും ബന്ധുവുമായാണ് കണ്ടത്. വലിയ അംഗീകാരം നമ്മുടെ രാജ്യത്തിന് ലഭിച്ചു. ആ അംഗീകാരം നമ്മുടെ ആയുധബലത്തിൻ്റെയോ ധനബലത്തിൻ്റെയോ ഭാഗമായിട്ടായിരുന്നില്ല. ആ അംഗീകാരം ലഭിച്ചത് നമ്മുടെ നയത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ നയം സാമ്രാജ്യത്വ വിരുദ്ധ നയമായിരുന്നു. കാലം മാറുന്നു, കോൺഗ്രസ്സിലും മാറ്റം സംഭവിക്കുന്നു. നേരത്തെ ഇസ്രയേലിനോട് അകന്നു നിൽക്കുന്ന സമീപനമായിരുന്നു രാജ്യത്തിന്. നമ്മുടെ പാസ്പോർട്ടുകളിലടക്കം ഇസ്രയേലിനെ മാറ്റി നിർത്തിയിരുന്നു. ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്ന് അടിച്ചു കൊടുക്കുന്ന പാസ്പോർട്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിൽ മാറ്റം വരുന്നു, ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. എന്താണ് ഈ മാറ്റത്തിന് അടിസ്ഥാനം? ആ മാറ്റത്തിന് അടിസ്ഥാനം ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം മാത്രമല്ല. ഇസ്രയേലിനെ സംരക്ഷിച്ചു വന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സമ്മർദ്ദം ഇസ്രയേലിൻ്റെ കാര്യത്തിൽ രാഷ്ട്രങ്ങളുടെ മേലെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ രാജ്യം ഇപ്പോഴല്ല, പണ്ട് കോൺഗ്രസ് രാജ്യമാകെ അടക്കി വാഴുന്ന കാലത്ത് തന്നെ മെല്ലെ മെല്ലെ അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങുന്ന നിലയുണ്ടായി. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ സമ്മർദ്ദം ഏറി വന്നു. അങ്ങനെയാണ് ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ മാറ്റം കുറിക്കുന്നത്. കാലം പിന്നെയും മാറുന്നു. BJP അധികാരത്തിൽ വരുന്നു. BJP നമുക്കറിയാം RSS നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. ആ RSS ഇസ്രയേലിലെ സയോണിസ്റ്റുകളുടെ ഇരട്ട സഹോദരനാണ്. രണ്ടു കൂട്ടരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നേരത്തെ കോൺഗ്രസ് തുടങ്ങിവെച്ച കാര്യം BJP സർക്കാർ അതിതീവ്രമായി നടപ്പാക്കി. നാം കണ്ടില്ലേ, പാലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ ആ ഇസ്രയേലിനെ വലിയ തോതിൽ പിന്താങ്ങുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ ചേരിചേരാ നയം, ഇവിടെ
സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് എല്ലാം കളഞ്ഞു കുളിച്ചല്ലോ. RSSനോ BJPക്കോ അത്തരമൊരു നിലപാടില്ല. സാമ്രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സമരം ചെയ്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാര്യമടക്കമെടുത്താൽ അതിലൊന്നും ഒരു പങ്കും വഹിക്കാത്ത, എന്തെങ്കിലും പങ്ക് വഹിച്ചെങ്കിൽ അത് സാമ്രാജ്യത്തിന് അനുകൂലമായ പങ്ക് മാത്രം സൂക്ഷിച്ചവർ, അങ്ങനെയൊരു കൂട്ടരിൽ നിന്ന് മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദുർഗതി. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒന്നിച്ചണിനിരക്കുമ്പോൾ നമുക്ക് അണിനിരക്കാൻ പറ്റുന്നില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ നമ്മളുണ്ടായില്ല, നമ്മളതിൻ്റെ ഭാഗമായില്ല. ഭാഗമാകാത്ത അമേരിക്കയുടെ അതിന് എതിർത്തവർ, അമേരിക്കൻ താല്പര്യം വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇസ്രയേലിനെ കുറ്റപ്പെടുത്താനായില്ല. ഇപ്പോൾ നടന്ന ആക്രമണത്തിലും ശക്തമായി ഇസ്രയേലിന്റെ സമീപനത്തെ അപലപിക്കുന്ന ഇന്ത്യയുടെ സ്വരം നാം കേട്ടോ. ഇതായിരുന്നില്ല ഇന്ത്യ. നമ്മുടെ രാജ്യം ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ്. ആ നിലയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അത് കേവലമായ RSS നിലപാട് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെയാണ് അത് അപമാനിതമാക്കുന്നത്. ഏറ്റവും വലിയ തോതിൽ അപമാനിക്കപ്പെടുന്നു നമ്മുടെ രാഷ്ട്രം. പഴയ ആദരവ്, അംഗീകാരം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമുക്കില്ല എന്നതാണ് വസ്തുത. ആ അംഗീകാരവും ആദരവും ലഭിച്ചിരുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ആക്രമണം വലിയ തോതിൽ കൊടുമ്പിരിക്കൊള്ളുകയാണ്. വീണ്ടും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ എന്തും ചെയ്യാമെന്ന ധിക്കാരത്തിന് തടയിടാൻ കഴിയുകയുള്ളൂ. അതിന് തടയിടുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നീങ്ങേണ്ടതായിട്ടുണ്ട്. നാം നമ്മുടേതായ രീതിയിൽ പൊതുജനാഭിപ്രായം ശക്തിപ്പെടുത്താൻ നീങ്ങേണ്ടതായിട്ടുമുണ്ട്.